എന്താ എന്തോ നോക്കണം നിനക്ക്? പോവാ. എടാടാ എന്തോ നാടാ അവിടെ? എടാ നിന്നോടാ ചോദിച്ചത്. ഞാൻ ഈ കർക്കിടകത്തിനെ വലിച്ചൂരി കടലിലെറിയാൻ പറ്റുമോ നോക്കുകയായിരുന്നു. നല്ല കാര്യം, ഊരിക്കണം. നിന്റെയൊക്കെ തണ്ടമാരും എന്നെ ഊരി കുറെ ഉണ്ടാക്കി. തന്തയ്ക്ക് പറയരുത്. പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഒരു തൊഴി വെച്ച് തന്നാൽ എങ്ങനെ ഇഷ്ടം അറിയാം? അറിയാം, ഉളുക്കും. എന്നെ കുഴപ്പമില്ല, എന്റെ പദം വരും. തേങ്ങാ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഈ മേളിലോട്ട് കെട്ടിപ്പോക്കുന്ന എന്തിനാ? താഴെയോ ആളില്ല. എന്റെ അമ്മാവാ, സീസണായി. ഇക്കൊല്ലെങ്കിലും കുറച്ച് മദാമുമാരെ സായിപ്പുമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണ പോലാകും. ഒരെത്തും പിടിയും കിട്ടിയാൽ അത് എണ്ടി പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം, ചീട്ട് കീറാനുള്ള സമയമായല്ലോ. എന്തുവാടാ പറഞ്ഞത്? അവനൊന്നും പറഞ്ഞില്ല, ഞാൻ കേട്ടടാ. കേൾക്കാനല്ല ഞാൻ പറഞ്ഞത്. വയറ് കായുമ്പോ നീ ഇങ്ങ് വരും, നിന്നെ ഞാൻ ഇന്ന് ഊട്ടിയേക്കാമടാ. വാകേറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ഇനി എങ്ങനെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വരാം ജപ്പാൻ ദൈവത്തിന്റെ അടുത്ത് ഞണ്ണാൻ. നിന്നോടാ ഞാൻ പറഞ്ഞത്, അല്ലതും കഴിച്ചു പോകാം. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം. 9:30 മിനിസ്റ്റർ കാണാനുള്ളതാ. പുറത്തുനിന്ന് കഴിക്കാം അല്ലേ? ചീഫ് മിനിസ്റ്റർ വിളിക്കാണെങ്കിൽ ഞാൻ പുറപ്പെട്ടുണ്ട്. സെക്രട്ടറി വെച്ച് കാണാന്ന് പറഞ്ഞേക്കോ. റൈറ്റ്. 7th ജനറൽ ബോഡിയുടെ മിനിറ്റ്സ് അപ്രൂവ് ചെയ്തതിനു ശേഷം മാത്രം. എന്താടാ അസൂയ തോന്നുന്നുണ്ടോ അവന്റെ പോക്ക് കണ്ടിട്ട്? അവന്റെ പോക്കല്ല, ആ പുറകെ പോണവരുടെ പോക്കാ. ഇന്ന് അവരുടെ 200-250 രൂപ പോക്കാ. അവൻ ഒരു MLA ആവും. സ്വാമിക്കൊഴന്തേ, ഈ പോലീസ് ഉദ്യോഗമൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. 5 കൊല്ലം NCCയിൽ ആഞ്ഞ് ചവിട്ടിയത് എന്റെ ദേവേട്ട. ഐ വാസ് എ സീനിയർ അണ്ടർ ഓഫീസർ. യു നോ ദാറ്റ് മാൻ. അന്നേ എന്റെ ഉദ്ദേശം അധികാരത്തിന്റെ കാക്കിത്തൊപ്പി. സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ജീപ്പിന്റെ മുമ്പിൽ ഇടതുകാൽ വെളിയിലിട്ടുള്ള ഇരിപ്പ്. ജനം സബ് ഇൻസ്പെക്ടർ രാമസ്വാമിയെ കണ്ട് പേടിച്ചൊഴിഞ്ഞു മാറുന്നു. ഫാന്റാസ്റ്റിക്. അതിന് നിന്റെ ഈ സാവധാനം വിശ്രാമൊന്നും വേണ്ട. അലിനാവിക്ക് തൊഴിക്കാൻ അറിയണം. ആ പട്ടി ചേർത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ അറിയണം. മിനിമം ഒരു മീശയെങ്കിലും പിഴാൻ അറിയണം. നമ്മുടെ ഹെഡ് ഗോവിന്ദൻ പറയുന്ന മാതിരി ഇടിക്കുമ്പോ ഉടനെ പാടി വീഴാൻ പാടില്ല. ലാപ്പറം നോക്കി രണ്ടും എന്റെ അമ്മയുടെ സാരി അത്. വേണിയമ്മാളും എത്തിക്കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ ശകുനം നിർത്തും. ഞങ്ങളുടെ ഐശ്വര്യ ഈ സാരിയെ ദേവട്ട. നിന്റെ അമ്മാളിങ് എത്തിയില്ലല്ലോ. ഇപ്പൊ ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു. ഹോസ്റ്റൽ അടച്ചിട്ട് 4-5 ദിവസമായി. അവള് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല സർക്കിളിലുള്ള സകല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി. ഇന്ന് എത്തും എന്തായാലും. നീ എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്തേക്കണം. പിന്നെ ഞാനൊരു പാവം നോൺ വെജിറ്റേറിയൻ ആണെന്നും രുക്മിണി എന്ന ഭാര്യയെ നഷ്ടപ്പെട്ടവരാണെന്നും രാത്രിയിൽ ഉറക്കം വരാൻ വേണ്ടി 1-2 സ്മാൾ അടിക്കുന്നവനാണെന്നും ഓക്കെ ഇതിനെല്ലാം ഉപരി ഒരു പേയിങ് ഗസ്റ്റ് ആണെന്നും ഓസല്ലാന്ന് അവളെ ധരിപ്പിച്ചിരിക്കണം. അത് വേണോ? അത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാ പോരെ? പോരാ. ഒരണ്ണൻ എന്ന നിലയിൽ എന്റെ വെയിറ്റ് കുറയണ്ടെന്ന് കരുതിയ. അണ്ണൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. ദേവൻ നായർ സിംഗപ്പൂർ ഇത്തിരി വെയിറ്റ് ഇട്ട് തന്നെ അമ്മാള് കാണണം. നോക്കിക്കോ, 2 ഡേയ്സിനുള്ളിൽ അവള് ദേവേട്ടനൊരു കക്ഷിയായി മാറും. വേണി കൃഷ്ണമൂർത്തി, BSc ഹോം സയൻസ്. ഗ്ലാസ് സമ്മതിക്കാം, പെരിസ്റ്റോയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഓട്ടോ പോകാം. എന്താ കാലത്തെന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചോ? ആട്ടോയിലെങ്കിൽ ആട്ടി പോകുമ്പോഴത്തേക്ക് മിനിസ്റ്റർ ഊട്ടിയിലെത്തിയിരിക്കും. ഹിരോഷ നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട്? ഗോൾ അടിച്ചല്ലോ. മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് മുഴുകിയേക്കണേ. ഇപ്പൊ തന്നെ ലേറ്റായി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും? അസംബ്ലിയിൽ ആന കയറിയത് പോലെ ആയി പോകും നിന്റെ ജീവിതം. നാളെ ഫിഫിയുടെ ബർത്ത്ഡേ ആണ്. നീ വൈകിട്ട് വീട്ടിലെത്തണം. ബേക്കറി സാധനങ്ങളോ ചിക്കൻ പോർക്കലൈനോ ഡാർലിംഗ്? മെനു പറഞ്ഞാലേ വരത്തുള്ളൂ ഡാർലിംഗ്. ഒരു ആകാംക്ഷ ഉണ്ട് ചോദിച്ചതാ. എടാ നീ ഫ്രെഡിയെ കണ്ടോ? ജെട്ടിയും ബെന്നിയും വിട്ട് അപായ പലകയുടെ താഴെ ഇരിപ്പുണ്ട് ഫ്രെഡി ഡാർലിംഗ്. ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരും. ഞങ്ങൾ അവിടെ കാണത്തില്ല. അയ്യോ കാണണമെന്നില്ല. ഞാൻ ഡാഡി പട്ടാളത്തിന് വളച്ച് 2 സ്മോൾ അടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോളാം. ഓക്കെ വരേ. റെഡി? ചെറിയ ഞാനോടാ ലൈഫ് കാർഡ്. ശരിക്കും അത് തന്നെ അറ്റിട്ടോ. ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കണം. പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം.
ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഞാനില്ല. അതെന്താ ഞാനില്ലാത്തത്? ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷർട്ടില്ല. പിന്നല്ലേ നിങ്ങളുടെ ആഷ് പുഷ് പാർട്ടിക്ക് വരുന്നത്? നിന്റെ ഈ വളിച്ച കോംപ്ലക്സ് വേണം. സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് കോഡേ. സത്യം എങ്ങനെ കോംപ്ലക്സ് ആകുന്നത്? നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. ഓടിച്ചു നടക്കാൻ മോട്ടോർ സൈക്കിള്, മാറി മാറി ഇടാൻ നല്ല ഡ്രസ്സുകള്, ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ശാപ്പാട്, ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാട. എന്താ 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 അവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണറിന് അടപ്പില്ല. മുറ്റത്തെ കിണറിന് അടപ്പില്ല, അത്ര തന്നെ. ഒന്ന് പോവുക. നാളെ വീട്ടിൽ വരണം. നാളെ എന്താ അവിടെ പ്രത്യേക വല്ല പ്രശ്നമുണ്ടോ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം. അതിൽ നീ ഇടപെടണ്ട. അത് പടത്തം നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. നീ ഇതാ ഇവറ്റകൾ ഉപ്പുവെള്ളം കുടിക്കാതെ സൂക്ഷിച്ചോണം. എന്നെ കൊണ്ടാവില്ലാന്ന് എനിക്കറിയാം. പിന്നെ നേരത്തെ ഉപ്പ് തിന്നുവാനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. അള്ളാ അള്ളാ അള്ളാ. ഗുഡ് നൈറ്റും ബൈ ബൈ. ഹലോ മാഡം, ജസ്റ്റ് എ മൊമെന്റ്. അങ്ങനെ അങ്ങ് പോയാലോ? ഐ ആം മേജർ ഫ്രാൻസിസ്, പരേതനായ മുടന്തം പട്ടാളക്കാരൻ. സപ്പോസ് ടു ബി യുവർ ഹസ്ബൻഡ്. പരിചയപ്പെടുത്താൻ നീട്ടണമെന്നില്ല. എന്തോ എങ്ങനെ ഇരുന്നു ഈവനിങ് ഗെറ്റ് ടുഗദർ? വല്ലാതെ വേർതിരിക്കുന്നല്ലോ. ഡാൻസ് ചെയ്തതാണ്. തോളോട് തോളൊരുമ്മി, മെയ്യോട് മെയ്യൊരുമ്മി. കൂടെ ഡാൻസ് ചെയ്തവൻ കൈവെള്ള ചൊറിഞ്ഞോ? ചൊറിഞ്ഞെങ്കിൽ പറ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ചീപ്പോ എന്താ ഈ പറഞ്ഞത്? രാത്രി മുഴുവൻ പാർട്ടി എന്ന് പറഞ്ഞ കണ്ടവരോടെ കറങ്ങി നടന്നിട്ട് വെള്ളക്കൊടി കാണിച്ചാൽ വെടിവെക്കാൻ പാടില്ല. എനിക്കറിയാമടാ, പട്ടാളക്കാരനായ എന്നെ നിന്നെ പോലൊരു ഡൂക്കിലെ സിവിലെ എത്തിക്സ് പഠിപ്പിക്കണ്ട. എന്നെ വെള്ളക്കൊടി കാണിച്ചിട്ട് നീയൊക്കെ എന്നെ വെടിവെച്ചോണ്ടിരിക്കല്ലോടാ. മരിച്ചവനെ വെടിവെച്ചിട്ട് എന്താ കാര്യം? ഉണ്ട കളയാവുന്നല്ലാതെ അല്ലേ മോളെ? ആകാം ആകാം. ആ വരട്ടെ വരട്ടെ. നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ? എന്തോന്ന് സ്റ്റോൺ? മൂത്രത്തിൽ കല്ലുണ്ടോന്ന്? ഞാൻ അരിച്ചു നോക്കിയിട്ടില്ല. അല്ല പിന്നെ എന്നെ കൊണ്ട് പറ്റൂല. അടുക്കളയിലൂടെ ഒറ്റക്കാണ്. അണ്ണാ, നമുക്കിവിടെ ഒരു സർവനെ നിർത്തണം. എനിക്ക് രസം ഉണ്ടാക്കാനേ അറിയൂ. മതി, ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്നെ മധുരയിലെ സീതമാമിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വേണിയമ്മാൾ ഒരു രസൽ അമ്മിയാര് കുക്കായിട്ട് മാറിയിരിക്കണം. വേണിയുടെ ഇഡ്ഡലി സാമ്പാർ, തൈര് വട, രസവട, പൊരിയൽ, പൂരി മസാല, വെങ്കായ ഉത്തപ്പം, തൈര്. ഇത്രയും ആയാൽ ഞാൻ ഈ മാംസപീഡനം, അതായത് നോൺ, അങ്ങനെ നിർത്തിയേക്കാം. അയ്യടാ, ഇവിടെ പോറ്റി ഹോട്ടൽ തുടങ്ങാൻ പോണോ സാറന്മാര്? നോ, നിന്നെ എനിക്ക് കെട്ടിച്ചു വിടണം. അതിനു മുമ്പ് ഒരു നല്ല അമ്മാളാക്കി എടുക്കണമല്ലോ. അന്ത കാഞ്ചീപുരം ചേല ചുറ്റി. അറിയാവുന്ന പാട്ടുമല്ലോ പാടേ. ഒരയ്യേ സ്വാമി ഞാൻ നോട്ടമിട്ടിട്ടുണ്ട്. അയ്യേ സ്വാമി. കൊല്ലോണ സമയൽ സാദം കായ്കറികളും പ്രമാദം, അന്ത കൗരവർ പ്രസാദം ഇതുവേ നമുക്ക് പോതും. വല്ലഭൻ വല്ലഭായി. അത്ര കടുപ്പിക്കാതെ. വല്ലവന്റെയും ഭായി എന്നാണ് സർ. ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇയാൾ എന്റെ ഭായി അല്ല. ജപ്പാനിൽ പോയി ഈ വിഷയം തൊട്ടാൻ അനുവദിക്കരുത്, വധമാണ്. ഏത് കസേരയിലും കയറി അങ്ങ് ഞെളി. അങ്ങനെ ഒരു അസുഖമുണ്ട് സർ. ഒരു സ്മാൾ കഴിക്കാൻ. ജപ്പാനിലെ ദേവേട്ടന് സ്മോളോ ലാർജോ? ഒരു സ്മാൾ. അല്ല, ഇതൊന്നും ഇവിടെ വിളമ്പാനുള്ളതല്ല. ഇതൊക്കെ പാക്കാക്കി കൊണ്ടുപോകാം. ഞങ്ങൾ സൗകര്യം പോലെ ചെയ്തോളാം. സമയമാകുമ്പോ വിളിക്കും. ആ പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ്? സ്ഥലം കലക്കി. അല്ലെ നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്. ഞാൻ എനിക്ക് തോന്നുമ്പോ വരും പോവും. ആ, ഇങ്ങനെ ഒന്നും ഇവിടെ എടുക്കണ്ടില്ലേ?
ഇതെന്താ മരുഭൂമിയാ ലൈലാമജി കളിക്കാൻ? വല്ല ബസ് സ്റ്റാൻഡിലോ റോട്ടിലോ പോയിട്ട് പോരത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ. നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യൂ. അത് ഇറക്കമില്ല. ഒരു സ്ഥലത്ത് വേഗം പോയിക്കോളാൻ, ഒരു സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ. രണ്ടും കൂടി ഒരാൾക്ക് പറ്റൂല. പറ്റണോലും പറ്റുന്നത് നടത്തിക്കോളി. പൊട്ടിപ്പോയി. എടി ഞാൻ ആരാന്നാ നീ വിചാരിച്ചേ? നോക്കി, ഇതെല്ലാം എനിക്ക് വന്ന ലവ് ലെറ്റേഴ്സാ. നിനക്കെന്തിനാ എന്റെ ലവ് ലെറ്റേഴ്സ്? വെറുതെ ഒന്ന് കാണാൻ. ഇത് രണ്ടും ഒരേ അക്ഷരാണല്ലോ. ഒരാള് തന്നെ എഴുതിയ പിന്നെ ഒരു പോലല്ലേ ഇരിക്കൂ. ആരാണ്? ബാഗിന് വെട്ടാനുള്ള ഒരടവാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിൻ 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 ഓരോന്നായിട്ട് കൊടുക്കും. അയ്യോ, സാധനം ഇതുവരെ കണ്ടില്ലല്ലോ. ഒന്ന് രണ്ടെണ്ണം കൈ വെച്ചോ. വേണ്ട, ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി. നല്ല മണി മണി പോലെ എഴുതരാം. അയപ്പോ സ്വാമിക്ക് നോൺ വെജിറ്റേറിയൻ എതിർപ്പൊന്നുമില്ലല്ലോ. അച്ഛനും അമ്മയും ബ്രാഹ്മണരായിരുന്നെങ്കിലും ഞങ്ങളെ വളർത്തിയത് സ്നേഹനിധിയായ ഒരു നോൺ വെജിറ്റേറിയൻ അല്ലേ ആന്റി? ദേവിയുടെ കുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? രസം വെച്ച് കളിക്കുക അവള്. ആന്റിയുടെ നേതൃത്വത്തില് നമുക്ക് അവിടെ നിന്ന് ശരിയാക്കി എടുക്കണ്ടേ? ഓ ദാ വന്താച്ചി. ഹാപ്പി ബർത്ത്ഡേ. ഡിഗ്നിഫൈഡ് ബിഹേവ്. Okay, check a nice man. Nice Andy. Oh, thank you. I 50 darling. Cut the cake. ഹാപ്പി ബർത്ത്ഡേ പിപ്പി. ഞാൻ ഈ കേക്ക് മുറിക്കത്തില്ല. എന്ത് പറ്റി ഫിഫി? അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഫിലോമിന ഫ്രാൻസിസ് എന്നെ എഴുതണമെന്ന്. ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. 50 രൂപയ്ക്ക് എത്രയൊക്കെ പറ്റത്തുള്ളൂ. അയ്യോ ഭയങ്കര നീളമാ ഫിലോമിന ഫ്രാൻസിസ്. അതിന് വലിയ കേക്ക് വേണ്ടി വരും ഡാർലിംഗ്. എന്നാ തന്നെത്താൻ തിന്നണ്ടാ മതി ഡാർലിംഗ്. ഓക്കെ. 50 രൂപയെ കൊടുത്തുള്ളൂ. 350 രൂപയുടെ കുപ്പി വാങ്ങി നിർത്തിയിട്ടുണ്ടല്ലോ. ഞാൻ മുറിക്കത്തില്ല മുറിക്കത്തില്ല മുറിക്കത്തില്ല. പോലെ അയ്യോ